നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാനെ ആക്രമിച്ച സമയത്ത് യൂറോപ്യൻ യൂണിയനും UN ഒക്കെ ഏതൊക്കെ രീതിയിലാണ് നിലപാടെടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റഷ്യയാണ് ഇറാനെ പരിപൂർണമായി സഹായിച്ച് കലവറയില്ലാത്ത പിന്തുണയുമായി എത്തിയത്. റഷ്യ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്ന രീതികളെ എല്ലാം ചെറുത്തു തോൽപ്പിക്കാൻ ഇറാന് ശക്തി പകർന്നു, ആയുധങ്ങൾ കൊടുത്തു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ നയതന്ത്രപരമായി വിജയത്തിലോട് അടുത്തിരിക്കുകയാണ്. GCC രാജ്യങ്ങൾ ആകെ പെട്ട അവസ്ഥയിലാണ്. 4000-ലേറെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും അവരുടെ അലയൻസുമായിട്ടുള്ള രാജ്യങ്ങൾ, അവരോട് പ്രതിബദ്ധതയുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങൾ അവരുടെ കപ്പലുകൾ ഒരു കാരണവശാലും കടലിടുക്ക് വഴി കടന്നു പോകുകയില്ല. ചരക്ക് കപ്പലിലെ അവസ്ഥ അത്യന്തം പരിതാപകരമാണ്. അതിലെ ആളുകൾക്ക്, കപ്പലിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്ക് അവർക്ക് കുടിവെള്ളം പോലും കിട്ടാതെ മരവിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസം കൂടി ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഭയാനകമായിരിക്കും. ഇറാന്റെ കപ്പല് അടിച്ചു തകർക്കാൻ മുങ്ങിക്കപ്പലുമായി എത്തിയ അമേരിക്കയ്ക്ക് പണി കൊടുത്തേ മതിയാവുകയുള്ളൂ. ഇറാനോട് കാണിച്ച അനീതിക്ക് അമേരിക്ക അടി ഏറ്റുവാങ്ങേണ്ടതാണ്. അത് സ്വാഭാവികമാണ്. തെമ്മാടിത്തരം കാണിച്ച്, ചെറ്റത്തരം കാണിച്ച ഡൊണാൾഡ് ട്രംപിനോട് ഇറാൻ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? നഷ്ടപരിഹാരം എത്രത്തോളം വാങ്ങിച്ചെടുക്കാമോ? ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ പറയുന്നത് കേൾക്കാൻ UN ബാധ്യസ്ഥരാണ്. യൂറോപ്യൻ യൂണിയനും അമേരിക്കയോട് വളരെ വ്യക്തമായി പ്രഷർ ചെലുത്തുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നിടത്തൂടെ കടത്തു പോകുന്ന കപ്പലുകൾ, തങ്ങളുടെ രാജ്യങ്ങളിലുള്ള കപ്പലുകൾ കുടുങ്ങിക്കിടക്കുമ്പോൾ അവർക്കും വളരെ ഭയാനകമാണ്. അവർക്കും ഈ നിർണായക സാഹചര്യത്തെ ഫേസ് ചെയ്യുക എന്നുള്ളത്. ഇറാൻ വളരെ വ്യക്തമായി തന്നെ, സുദൃഢമായി തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ തന്നെ ഇതേ സ്ഥിതിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം. നോക്കൂ, പരമോന്നതകാരിയില്ല, നേതാവില്ല. അവരുടെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്ന മുജ്തബ ഖമേനിയും ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പെസസ്കാനുമാണ്. കൃത്യമായി പറഞ്ഞാൽ രണ്ട് നേതാക്കളും വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് മുന്നേറ്റം നടത്താൻ കഴിയുന്നുണ്ട്. അവരുടെ പ്രധാന നേതാക്കളെ എല്ലാം വധിച്ചതിന് ശേഷവും കൃത്യമായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തുന്ന പോരാട്ടം അഭിനന്ദനീയമാണ്. ഒപ്പം പുടിന്റെ നിലപാട്, യൂറോപ്യൻ രാജ്യങ്ങളോട് പുടിൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇത് ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്നോളാം, തല പൊക്കിയാൽ അടി ഉറപ്പ് എന്നാണ് വ്ളാഡിമിർ പുടിന്റെ ശാസന. അതായത് അമേരിക്കയ്ക്ക് കിട്ടേണ്ടത് ഇനിയും കിട്ടിയിട്ടില്ല. നല്ല പടയ്ക്കുന്നത് കിട്ടിയാൽ മാത്രമേ മര്യാദ പഠിക്കുകയുള്ളൂ. മര്യാദ പഠിപ്പിക്കണം അമേരിക്കയെ. തെമ്മാടിത്തരം കാണിച്ചതിന്, നിക്കോളാസ് മഡൂറെ പോലുള്ള ഭരണാധികാരികളെ തട്ടിക്കൊണ്ടുപോയി തെണ്ടിത്തരം കാണിക്കുന്നതിന് അടി വാങ്ങിച്ച് കെട്ടണം. കണക്കില്ലാത്ത ചെറ്റത്തരങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടിയതിന് മറുപടി ചോദിക്കാൻ സുവർണ അവസരമാണിത്. ഇറാൻ കണക്കുകൾ മുഴുവൻ തീർത്തേ തീരൂ. കലിയടങ്ങാതിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ മാത്രമല്ല, പല രാജ്യങ്ങളുടെയും കഞ്ഞുകുടി മുട്ടിക്കാൻ ഇറാന് കഴിയും. അത് ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് വളരെ വൈകാതെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ തെമ്മാടിത്തരം കാണിച്ചതിന്, അതായത് ലോകരാജ്യങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തി താരിഫ് ഉൾപ്പെടെ ഏർപ്പെടുത്തി അങ്ങനെ അഹങ്കാരം വരുത്തിയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭരണമാറ്റമായിരിക്കും അമേരിക്കൻ ജനത പരിപൂർണമായി ആഗ്രഹിക്കുന്ന. ശപിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിനെ സാധാരണക്കാർ. ഡെമോക്രാറ്റുകൾ ആ ഭരണം തള്ളിയിടണമെന്നും ഇടക്കാല തെരഞ്ഞെടുപ്പ് വേണമെന്നും ആവശ്യപ്പെടുന്നു. ട്രംപ് യുഗം അവസാനിപ്പിക്കാനാണ് ഇറാന്റെ ആഗ്രഹം. ഇറാനിലല്ല റെജീം ചേഞ്ച്, അമേരിക്കയിലാണ് റെജീം ചേഞ്ച്. ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമാകുന്നതും ഇറാന് സാക്ഷ്യം വഹിച്ചേ മതിയാവുകയുള്ളൂ.